ടമ്മി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റുള്ള ചക്കയുടെ അല്ലെങ്കിൽ ചക്ക ഇലയുടെ റെസിപ്പിയാണ്. ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് പച്ചരി ആദ്യം ഒന്ന് കഴുകിയെടുക്കുക. ഇത് വീട്ടിൽ തന്നെ അരിപ്പൊടി പൊടിച്ചാണ് ഈ ചക്കയുടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടി ഉപയോഗിച്ചും ഈ ഇട ഉണ്ടാക്കാവുന്നതാണ്. 240 ml കപ്പിൽ 1.5 കപ്പ് അരി എടുക്കുന്നുണ്ട്, പച്ചരി. ഇത് നമുക്ക് കഴുകി ഉണക്കി പൊടിച്ചാൽ ഏകദേശം ഒരു 2.25 കപ്പ് അരിപ്പൊടി കിട്ടും. 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് 3 പ്രാവശ്യം വെള്ളം മാറ്റി നല്ലപോലെ കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് 2 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കുക. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുക. വെള്ളം വാർന്ന ശേഷം ഒരു അരമണിക്കൂർ ഇതുപോലെ വെച്ചിരിക്കുക. എന്നിട്ട് ഒരു കോട്ടൺ തുണിയിൽ 1 മണിക്കൂർ വിരിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിലുള്ള ബാക്കിയുള്ള വെള്ളവും കൂടി മാറിക്കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാം. ഇലയുടെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ അത് കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ വീഡിയോ ലിങ്ക് ഇട്ടേക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി ഇതുപോലെ തുണിയിൽ നിന്ന് നല്ലപോലെ വിട്ട് വരണം. ഇനി ഇത് പൊടിച്ചെടുക്കാം. ഒരുപാടുള്ളത് കൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് വേണം മിക്സിയിൽ പൊടിച്ചെടുക്കാൻ. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലോട്ട് കുറച്ച് ഇട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. വേണ്ടിയിട്ട് ഇലയുടെ ഫില്ലിങ്ങിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ 1 കപ്പ് ചക്ക വരട്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിക്കുന്നത് അടി പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ അതും കൂടി ഇട്ട് ചക്കവരട്ടി ഇട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചൂട് വരുമ്പോൾ ഈ ചക്കവരട്ടിയിലുള്ള ശർക്കര ഉരുകി നല്ലപോലെ ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ചക്കവരട്ടിയിൽ നെയ്യ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ നെയ്യൊന്നും ചേർക്കുന്നില്ല. ചക്കവരട്ടി ഇതുപോലെ നല്ല ലൂസായി വരുമ്പോൾ ഇതിലോട്ട് ഇനി 1/2 കപ്പ് ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി തേങ്ങ ഫൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തേങ്ങയും 3 ഏലക്കയും കൂടി ഒന്ന് ചതച്ച് മിക്സിയിലിട്ടൊന്ന് ചതച്ചും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ചെറിയ തേങ്ങ അതുപോലെയാണ് ചേർത്തിട്ടുള്ളത്. തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കിയാൽ തീ ഓഫ് ചെയ്യാം. ഇനി അത് മുഴുവനായിട്ട് ചൂട് മാറാനായിട്ട് വെക്കാം. ഫില്ലിങ്ങിൻ്റെ ചൂട് മാറുന്ന സമയം കൊണ്ട് ഇലയൊന്ന് വാട്ടിയെടുക്കാം. വാഴയില ഇതുപോലെ മുറിച്ച് കഴുകി വയ്ക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതുപോലെ ഇലയൊന്ന് വാട്ടിയെടുക്കുക. ഇലയുടെ ഉണ്ടാക്കുന്ന സമയത്ത് കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇലയൊക്കെ വാട്ടിയെടുക്കുന്നത്. 10 ഇല ഇതുപോലെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇലയുടെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അരി കഴുകി ഉണക്കി പൊടിച്ചപ്പോൾ ഏകദേശം 3 കപ്പ് അരിപ്പൊടി കിട്ടിയിരുന്നു. അതിൽ നിന്ന് 1 കപ്പ് അരിപ്പൊടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയ 1 കപ്പ് അരിപ്പൊടി എടുത്താലും മതി. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ല സ്വാദ് കൂടാനും പിന്നെ ഇലയുടെ വിട്ട് വരാനും വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബാക്കി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. മാവിൽ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പും ചേർക്കാവുന്നതാണ്. ഓരോ അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ദോശമാവിനെക്കാട്ടിലും ഒന്നുകൂടി ലൂസായിരിക്കണം നമ്മുടെ മാവ്. ഇല എടുക്കുക. അതിലോട്ട് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ച് ദോശ പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കുക. നല്ല നൈസായിട്ട് വേണം, ഇതുപോലെ വേണം പരത്തി കൊടുക്കാൻ. ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസാവും പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവിൽ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരെ, മാക്സിമം ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചക്കവരട്ടി വെച്ച് കൊടുക്കാം. ഒരുപാട് കൂടണ്ട, എന്നാൽ ഒരുപോലെ ഇരിക്കണം. നമ്മുടെ ഒരു മാവും അതിൻ്റെ ഒരു ഫില്ലിങ്ങും ഏകദേശം ഒരേ അളവിൽ വേണം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 2 ടേബിൾ സ്പൂൺ. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചക്കവരട്ടി ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മടക്കി കൊടുക്കാം. ഒന്നുകിൽ ഇതുപോലെ 2ആയിട്ട് മടക്കി നമുക്ക് ആവിയിൽ വെച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടി മടക്കാം. 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കിയ ശേഷം ഇതുപോലെ നമുക്ക് ആവിയിൽ വെച്ചെടുക്കാവുന്നതാണ്. ഈ ഇലയുടെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ചക്കവരട്ടിയും അച്ഛൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. ഇലയുടെ എല്ലാം റെഡിയായാൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചാൽ ഇതുപോലെ ഹോളുള്ള തട്ട് വെച്ച് കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്യാം. ഇനി ഇലയുടെയൊക്കെ നമുക്ക് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മാവ് അരിപ്പൊടി വെച്ചിട്ട് ഞങ്ങൾ സാധാരണ ഇലയുടെയും തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടുള്ള ഇലയുടെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇത്രമാത്രം ഇലയുടെ. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ചുറ്റും സ്റ്റീമറിൻ്റെ ചുറ്റും വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ. അപ്പോഴായിരിക്കും നടുക്കുന്ന ആവി വന്ന് ഇതെല്ലാം വെന്ത് കിട്ടുന്നത്. ഞാനിപ്പോൾ തീ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂടായി വരുന്നതേ ഉള്ളൂ. ഈ സമയം കൊണ്ട് എല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ 15 മിനിറ്റ് വെച്ചിരിക്കാം.
അപ്പോഴത്തേക്കും ഇലയുടെ ആയി കിട്ടും. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. 15 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓരോ ഇലയുടെ ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ 3 കപ്പ് അരിപ്പൊടിയുടെ ഇലയുടെയാണ് ഇത്രയധികം ഉള്ളത്. 1 കപ്പ് അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8-10 ഇലയുടെക്കുള്ളിൽ നമുക്ക് കിട്ടും. ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഇനി ഒരെണ്ണം എടുത്ത് തുറന്ന് നോക്കാം അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇലയിൽ നിന്ന് ഈസി ആയിട്ട് വിട്ട് വരുന്നത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ടാണ്. അപ്പോൾ നല്ല ചൂടോടുകൂടിയുള്ള ഇലയുടെ ചായക്കൊപ്പം അല്ലെങ്കിൽ കാപ്പിയുടെ കൂടെ സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്